തൊട്ടാൽ മിനുങ്ങും കവിള് തൊട്ടടുത്തെന്നുമെന്നു തങ്ങുന്നു തെന്നല്. അല്ലാഹുവേ, പാടിയാ തീരാത്ത, എഴുതിയാ തീരാത്ത, പറഞ്ഞാ തീരാത്ത സൗന്ദര്യത്തിന്റെ പ്രോജ്വല പ്രഭാപൂരമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടത്തെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കൊല്ലം ജില്ലയുടെ ഒരു പ്രിയപ്പെട്ട ഉമ്മ 28-ാം തീയതി റഹ്മാനയിൽ നടക്കുന്ന സ്വലാത്തിന് വരുന്നുണ്ട്. ആ ഉമ്മ വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? കഴിഞ്ഞ റബീഉൽ അവ്വൽ നിങ്ങൾ സ്വലാത്ത് പറഞ്ഞതെന്നല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഅഹ്ലി. ഉസ്താദേ, എത്ര പ്രാവശ്യം ചൊല്ലിയെന്നറിയില്ല. കരഞ്ഞുകൊണ്ട് ചൊല്ലി, ഇരുന്നുകൊണ്ട് ചൊല്ലി, നടന്നുകൊണ്ട് ചൊല്ലി, കിടന്നുകൊണ്ട് ചൊല്ലി. ഞാൻ കണ്ടു ഉസ്താദേ, ഞാൻ കണ്ടു. എന്റെ ബാക്കവി ഉസ്താദേ എന്നെയും വിളിച്ചു, എന്റെ ഉസ്താദിനെയും വിളിച്ചു. എന്നിട്ട് അവരിങ്ങനെ വിശദീകരിക്കുകയാണ്. ആ കണ്ണെന്ത് രസമാണ് ഉസ്താദേ, ആ ചുണ്ടെന്ത് രസമാണ്, ആ മൂക്കെന്ത് രസമാണ്, ആ വട്ടമുഖത്തൊളിയുടെ ഭംഗിയാണ്, പറന്നാ തീരാത്ത ശോഭയാണ്, കണ്ണെടുക്കാൻ പറ്റാത്ത രസമാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാ, ആ ഉമ്മാക്ക് ഏറ്റവും വിലപ്പെട്ടതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് കൊടുത്ത ഉമ്മയാ. റഹ്മാനിയ കോളേജിന് കമ്പ്യൂട്ടർ, സ്നേഹസാഗരത്തിന് വസ്ത്രം കൊണ്ടുവന്നൊരു ദിവസം, ഒരുപാട് വസ്ത്രം. സ്നേഹസാഗരത്തിൽ ചെടികൾ കൊണ്ടുവന്നു നട്ടു ഒരു ദിവസം. എന്റെ ആരുമല്ല ഇവര്, പക്ഷെ എനിക്കെല്ലാമാണ്. അള്ളാന്റെ കുടുംബക്കാരാണ് ആരുമില്ലാത്തവര്. അതുകൊണ്ട് അവര് താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ ചെടി നട്ടു. അവരാണ് കണ്ടത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അവരാണ് കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, എന്ത് രസമാണ് നമുക്ക് കാണണ്ടേ സഹോദരിമാരെ. ഇന്നത്തെ ഈ സമാപനം വരെ നിങ്ങളൊന്നിരുന്നു. ഒരുപാട് നീട്ടൂല വൈകി തുടങ്ങിയത് കൊണ്ട്, പക്ഷെ എന്നാലും സമാപനം വരെ നിങ്ങളൊന്നിരുന്ന് കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്ത് ഇവിടെ നിന്ന് പിരിയുമ്പോ അത്ര ഇഖ്ലാസോടുകൂടി ഈ തിരുമനസ്സിന്റെ ആഴത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്കും കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ടില്ലെങ്കിൽ നമ്മളെ എന്തിനു കൊള്ളാം? നമ്മൾ എന്തിന്, എന്ത് ചരിത്രം, ഏത് പള്ളി, ഏത് മദ്രസ, ഈ ഉസ്താദുമാരോട്, ഈ സംഘാടകരോട് പറയാ, നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു വലിയ തടസ്സം, ഒരു തെറ്റിന്റെ തടസ്സം നമ്മുടെ കൽബിലില്ലേ? അത് മാറ്റണ്ടേ? അത് മാറ്റുന്നതിന് മുമ്പ് മരിച്ചു പോയാലോ? ഇന്ന് ആലങ്കോടിനിപ്പുറം ചാത്തമ്പാറയിൽ വെച്ചിട്ട് വാഹനത്തിന്റെ ടയർ കയറി ഇറങ്ങി കടുവയിൽ റഫീഖ് ഉസ്താദിന്റെ മകൻ മരണപ്പെട്ടു. 22 വയസ്സുള്ള സുന്ദര കുട്ടൻ. എന്ത് രസമാണ്. ജോലിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, കാണാൻ എന്തോ ഒരു ഭംഗിയാ. ഇന്ന് വൈകുന്നേരം മരണപ്പെട്ടു. ഇന്ന് രാവിലെ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ വോയിസ് ആണ് എല്ലാ സ്ഥലത്തും എത്തിയത്. ഉസ്താദ് കരഞ്ഞിട്ട് പറയാണ്, നമ്മുടെ ദാരിമി പോയി മക്കളെ, നമ്മുടെ ദാരിമി പോയി മക്കളെ, നമ്മുടെ ദാരിമി പോയി മക്കളെ. PDP-യുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന, അജുവയുടെ തലപ്പത്തുണ്ടായിരുന്ന മദനി ഉസ്താദിന്റെ കൽബിലുണ്ടായിരുന്ന 40 വയസ്സ് മാത്രം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നിക്കാഹ് കഴിഞ്ഞ അബ്ദുൽ നാസർ മദനി ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണം കഴിക്കൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ ജീവിച്ച പാവപ്പെട്ട ദാരിമി ഉസ്താദ് കിഡ്നിയിലും കരളിലും മഞ്ഞ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയപ്പോ ഉസ്താദ് ജീവിതത്തിൽ ഇതുപോലെ ഇത്രമേൽ സങ്കടത്തോടെ, ഇത്രമേൽ ഹൃദയം പൊട്ടുന്ന വാക്കുകൾ പറഞ്ഞ മറ്റൊരു മരണവാർത്ത എന്റെ കാതിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപാട് സുഹൃത്തുക്കൾ മരിക്കുമ്പോൾ ഉസ്താദ് ദുആ ചെയ്യാൻ പറയും, പക്ഷേ ഇതതുപോലെയല്ല. ഉസ്താദിന് വാക്ക് കിട്ടുന്നില്ല. മഹദനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മലയാള അക്ഷരങ്ങളെ തപ്പി നടന്നവരല്ല. മരണവും കല്യാണവും സന്തോഷവും